പിന്നെ നമ്മള് ദൃഢം സിനിമ കാണാൻ പോയി PVR-ല്. എങ്ങനെയുണ്ടായി? വർക്കായ? എനിക്ക് വർക്കായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമാക്സ്, അതായത് ഒരു അവസാനത്തെ ഒരു 20 മിനിറ്റ്സ് പൊളി. ട്വിസ്റ്റ് ഒക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ്, പക്ഷെ എന്നാലും ആ മേക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ശരിക്കും സിനിമയിലേക്ക് എത്താൻ കുറച്ച് ടൈം എടുത്ത് ഭയങ്കര ഡ്രാമാറ്റിക് ഒക്കെ തോന്നി. പക്ഷെ ഈ ഷെയ്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഷെയ്ൻ നൈസ് അല്ലേ ക്യാരക്ടർ? ശരിക്കും ആ ക്യാരക്ടർ ഇങ്ങനെ മീറ്റർ പിടിച്ച് തന്നെ ഇങ്ങനെ മീൻസ് ആ എന്താ പറയണ, ഒരു പുതിയ ഒരു പോലീസ് ഓഫീസർ ആദ്യമായിട്ട്, പുള്ളിയുടെ യങ്സ്റ്റർ പോലീസ് ഓഫീസർ ആദ്യമായിട്ട് സ്റ്റേഷനിലേക്ക് ഇതിനുള്ള ഒരു സംഭവം ആദ്യമായിട്ട് ജോയിൻ ചെയ്യണതും അങ്ങനെ ആ ഒരു സാധനം ഷെയ്ൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളിക്കാരൻ്റെ ഇതിനു മുമ്പ് ഒരു പടം ഇറങ്ങിയായിരുന്നല്ലോ, മറ്റേ കൊറോണ പേപ്പേഴ്സ് എന്ന് പറഞ്ഞ പടം ഇറങ്ങി. അതിലും എനിക്ക് ഷെയ്നെ ഭയങ്കര കാര്യമായിരുന്നു. അല്ല, ഷെയ്ൻ നിഗം ശരിക്കും പുള്ളിക്കാരന്റെ റേഞ്ച് കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, എനിക്ക് തുടക്കത്തിലൊരു ഫീൽ ചെയ്തത് ചേർന്നല്ല, പുള്ളി ആ പോലീസ് ഓഫീസർ ആണെന്നുള്ളൊരു ഫീല് ആ ഫീല് 1-2 സീനിൽ സ്റ്റാർട്ടിങ്ങിൽ വരുന്നുണ്ടെങ്കിലും എന്താ പറയണ, ആ ഒരു പേടിച്ച് എന്നുള്ളൊരു സ്റ്റൈലും, പിന്നെ മറ്റേ ആ പോലീസുകാരെല്ലാവരും കുറെ നാടകീയത ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് നമുക്ക് സംഭവം ലാസ്റ്റത്തെ ആ ഒരു 20 മിനിറ്റ് നന്നായിട്ട് വർക്കായി എന്നുള്ള. ശരിക്കും ദൃഢം നല്ല കോൺസെപ്റ്റ് അടിപൊളിയാണ്. സംഭവം ഒഴിവാക്കി കഴിഞ്ഞിരുന്നെങ്കിൽ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്പൂൺ ഫീഡിങ് ഓവറായിട്ട് തോന്നി. പല ഡയലോഗുകളിലും ആ ഒരു സ്പൂൺ ഫീഡിങ് സംഭവം വരുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ എല്ലാ സിനിമകളും നമുക്ക് അറിയാവുന്നല്ലോ. അതില്ലായിരുന്നെങ്കിലും കൂടി കുറച്ചും കൂടി രസമായിട്ട് പോയനെ. പിന്നെ ഇത് എങ്ങനെയാണോ അതിന്റെ വിധി എന്താണെന്ന് നമുക്കറിയില്ല. നമുക്ക് പറഞ്ഞ പോലെ നമുക്ക് ഓക്കെ ആയിരുന്നു, എന്തായാലും വിഷയമില്ല. കാരണം ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര, കാരണം എനിക്ക് ഫൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ക്ലൈമാക്സിലെ ഫൈറ്റും ചെയ്തേക്കുന്ന രീതിയൊക്കെ നൈസായിരുന്നു. പക്കാ റോ ഫൈറ്റ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അത്രയും നേരം നമ്മൾ തിയേറ്ററിൽ ഷോ അടിച്ചിരുന്നിട്ട് പെട്ടെന്ന് അപ്പ് ചെയ്യുന്നൊരു സാധനമില്ലേ, അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ക്ലൈമാക്സ്. എന്തായാലും നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. സിനിമ കണ്ടിട്ട് വിലയിരുത്തുക. ഇപ്പൊ നമ്മുടെ വാക്കൊന്നും കേട്ടിട്ട് പോകണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് സിനിമ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടാന്ന് പറയാം.